നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ലഭിച്ചില്ല എന്നതിൻ്റെ പേരിൽ BJP നിന്ന് രാജിവെച്ചു പോയ ഒരു വ്യക്തിയെ പിറ്റേ ദിവസം കോൺഗ്രസ് ചേർന്നപ്പോൾ കോൺഗ്രസ് അയാളെ ചോദിച്ചുകൊണ്ട് പാണക്കാട്ട് താങ്കളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇത് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അതായത് പാണക്കാട് സാദിഖലി തങ്ങളുടെ വീട്ടിലാണ് പോയത്. ഈ ഒരു കോൺഗ്രസ് ഇവിടെ മതേതര പാർട്ടി എന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗിനെ പറ്റി ആ മാന്യത പണ്ട് കാലത്തുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മത നേതാവിനെ കാണാൻ പോയതാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ആൾ എന്ന നിലയിൽ പാണക്കാട് സാദിഖലി തങ്ങളെ കണ്ടതിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ സമുദായത്തിൻ്റെ പേരിലാണെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാരമ്പര്യമുള്ളൊരു പാർട്ടിയാണ്, മതേതര പാരമ്പര്യമുള്ള പാർട്ടി, ഇന്ത്യയെ നയിച്ച പാർട്ടിയാണ്. എന്തുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണാൻ തയ്യാറായില്ല? കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായമായിട്ടുള്ള SNDPയുടെ ജനറൽ സെക്രട്ടറി എന്തുകൊണ്ട് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോയില്ല? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും പ്രമുഖ ക്രൈസ്തവ മേലധ്യക്ഷനായ നമ്മുടെ എറണാകുളത്തെ തിരുമേനിയെ കാണാൻ എന്തുകൊണ്ട് പോയില്ല? കാർഡിനൽ തിരുമേനിയെ കാണാൻ പോയില്ല? ഇതൊക്കെ പറയണം. കാരണം അവരെല്ലാം ഉപേക്ഷിച്ചു. അപ്പോൾ കോൺഗ്രസ് ഒരു മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണ് കൊണ്ടുവരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ട് പാണക്കാട്ട് തങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ രാജ്യത്തെ കേരളത്തിലെ ഏറ്റവും പ്രമുഖ വ്യക്തിത്വമായിരുന്നു പാണക്കാട്ട് തങ്ങൾ കുടുംബം. നമുക്കറിയാം നമ്മുടെ ബാബറി മസ്ജിദ് പ്രശ്നം എത്രയോ പ്രകോപനപരമായ സംഭവമായിരുന്നത്. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ എത്രയോ കൊലപാതകങ്ങളും മരണങ്ങളും നടക്കേണ്ടതാണ് കേരളത്തിൽ. പക്ഷേ ഒരു ഇല പോലും അനങ്ങിയില്ല. എന്താ കാരണം? അന്ന് പാണക്കാട്ടെ ശിഹാബ് തങ്ങൾ ഒറ്റ അഭ്യർത്ഥനയാണ്, ബാബറി മസ്ജിദിൻ്റെ പേരിൽ രക്തപ്പുഴ കേരളത്തിൽ പാടില്ല, അതിന് പരിഹാരം ചർച്ചയിലൂടെ ഞങ്ങളുണ്ടാവും, നിങ്ങൾ ആത്മസംയമനം പാലിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും സ്വീകരിച്ചു. കേരളം സമാധാനമായി കടന്നുപോയി. പക്ഷെ അതിനുശേഷം വന്നിപ്പോൾ വന്നിരിക്കുന്ന പാണക്കാട്ട് തങ്ങളെന്ന് പറഞ്ഞ സാദിഖലി തങ്ങൾ അങ്ങേര് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളാണ്. അങ്ങേർക്ക് മതേതരത്തെ പറ്റി വലിയ വിവരമൊന്നുമില്ല. ഞാനിത് പറയുമ്പോൾ അദ്ദേഹം പണം കണ്ട കാര്യമില്ല. എന്താണ് മുനമ്പ ഇഷ്യൂ? മുനമ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ മുനമ്പം കേരളത്തിലെ ഒരു 610 കുടുംബങ്ങൾ മാത്രമല്ല, അവിടെ 480ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങളും ബാക്കി ഹൈന്ദവ കുടുംബങ്ങളുമാണ്. ആ കുടുംബങ്ങളെ മുഴുവൻ ഇറക്കി വിടണം നിർബന്ധബുദ്ധി നിൽക്കുകയല്ലേ ഇവിടുത്തെ വഖഫ് ബോർഡ്. ആ വഖഫ് ബോർഡിൻ്റെ നയം ശരിയാണെന്ന് പ്രഖ്യാപിക്കുന്ന നമ്മുടെ പാണക്കാട് സാദിഖലി തങ്ങൾ എങ്ങനെ മതേതരവാദിയാവും? എനിക്ക് മനസ്സിലായില്ല. അത് മാത്രമോ, കേരള നിയമസഭയിൽ വഖഫ് നിയമം മാറ്റി എഴുതാൻ കേന്ദ്ര ഗവൺമെൻറ് ബില്ല് അവതരിപ്പിച്ചപ്പോൾ ആ ബില്ലിനെതിരെ ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കുന്നതിന് നേതൃത്വം കൊടുത്ത മുസ്ലിം ലീഗും പിണറായി വിജയനുമാണ്. പിണറായി വിജയൻ അത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലൈനാണ്. പക്ഷേ മുസ്ലിം ലീഗ് അത് ചെയ്യാവൂ? ആ പാണക്കാട് സാദിഖലി തങ്ങൾ എങ്ങനെ ഒരു മതേതരവാദിയാവും? പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ കാലുവാരിയെയും ചുമന്നുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ ക്രൈസ്തവ പിന്നോക്ക വിഭാഗങ്ങളെ, ആദിവാസി വിഭാഗങ്ങളെ ഒക്കെ അപമാനിക്കുന്നതിന് തുല്യമാണ്. യാതൊരു സംശയം വേണ്ട. ഇത് കോൺഗ്രസ് മറുപടി പറഞ്ഞേ മതിയാവും. അല്ലാതെ കോൺഗ്രസ് അങ്ങനെയൊന്നും രക്ഷപ്പെടണ്ട. എന്തിനു പോയി എന്ന് ജനങ്ങൾക്ക് അറിയണം. മനസ്സിലായില്ലേ? മതേതര ഭാരതത്തിന് മാന്യതയാണോ ഈ കാലുവാരിയെ നേരെ പാണക്കാട്ട് കൊണ്ട് കാണിച്ച് പാണക്കാട്ടുകാരൻ അനുഗ്രഹിക്കുന്നത്? വളരെ മോശമായിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കാര്യം നമ്മുടെ മുനമ്പം ഇഷ്യൂ പോലെ തന്നെ വീണ്ടും ആ മതേതരത്വത്തെ തകർത്തുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കടന്നുകയറ്റത്തിലുള്ള നീക്കം നടത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. ഇതിലുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്.